അപ്പോൾ അവൻ അടുത്തു നിന്നിരുന്ന ഒരു പോലീസുകാരനോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, സാറേ, ഈ തണുപ്പകറ്റാൻ പറ്റുന്ന ചൂട് കിട്ടുന്ന ഏതെങ്കിലും ഒരിടം എനിക്ക് പറഞ്ഞു തരാമോ? അപ്പോൾ അവൻ ചോദിച്ചു, ഈ യോഹന്നാൻ 3:16 എന്താണ്? നമ്മുടെ ഉള്ളിലും വിതയ്ക്കപ്പെടുന്ന വിത്ത് വളരുന്നത് എങ്ങനെയെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ്. ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്ന ബസ്സിന് മുമ്പിൽ ഒരു കാറ് കടന്നു പോകുന്നുണ്ട്. അതിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, ഒരു വചനം എഴുതി വച്ചിരിക്കുന്നു, മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് ദീ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈ ഞായറാഴ്ച സഭാമാതാവ് നമുക്ക് ധ്യാനിക്കുവാനായി നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരിക്കൽ ഒരു ബാലൻ ഒരു തെരുവീതിയുടെ കോണിലിരുന്ന് പത്രം വിൽക്കുകയാണ്. വളരെ തണുപ്പുള്ള ഒരു സമയം. അവൻ്റെ ചിന്തയിൽ പത്രം വിൽക്കുന്നതിനേക്കാളേറെ എങ്ങനെ ഈ തണുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും, എങ്ങനെ ചൂട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ചിന്തയാണ് അവൻ്റെ മനസ്സിൽ പോകുന്നത്. അപ്പോൾ അവൻ അടുത്തു നിന്നിരുന്ന ഒരു പോലീസുകാരനോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, സാറേ, ഈ തണുപ്പകറ്റാൻ പറ്റുന്ന ചൂട് കിട്ടുന്ന ഏതെങ്കിലും ഒരിടം എനിക്ക് പറഞ്ഞു തരാമോ? അപ്പോൾ ഈ പോലീസുകാരൻ പറഞ്ഞു, നീ അങ്ങ് ദൂരെ കാണുന്ന ആ വെള്ള നിറമുള്ള വീട്ടിൽ ചെന്ന് വാതിൽ കൂട്ടുക, എന്നിട്ട് യോഹന്നാൻ 3:16 എന്ന് പറയുക. അവൻ അതുപോലെ തന്നെ ചെയ്തു. ആ വീടിൻ്റെ വാതിൽക്കൽ ചെന്ന് കൊട്ടി. അപ്പോൾ ഒരു സ്ത്രീ കടന്നു വന്നു. അവൻ അവരോട് പറഞ്ഞു, യോഹന്നാൻ 3:16. അപ്പോൾ തന്നെ അവർ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തീ കായുന്ന ഇടത്ത് കൊണ്ടുപോയി അവനെ ഇരുത്തി. എന്നിട്ട് അവർ അകത്തേക്ക് പോയി. അപ്പോൾ അവൻ ചിന്തിച്ചു, ഈ യോഹന്നാൻ 3:16 എന്താണ്? അവനതിൻ്റെ അർത്ഥം മനസ്സിലായില്ല, എന്തെന്നും തിരിച്ചറിയില്ല. പക്ഷെ അവന് ഒരു കാര്യം അവൻ്റെ മനസ്സിലേക്ക് വന്നു. തണുപ്പ് കൊണ്ട് വിഷമിച്ച ഒരു ബാലന് യോഹന്നാൻ 3:16 ചൂട് നൽകാൻ സാധിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ വീണ്ടും വന്ന് അവനോട് ചോദിച്ചു, നിനക്ക് വിശക്കുന്നുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, നീ അകത്തേക്ക് വരിക. അങ്ങനെ അവർ അവനെയും കൂട്ടി ഭക്ഷണമേശയുടെ അടുത്തെത്തി. അങ്ങനെ ഭക്ഷണമേശയിൽ അവന് ധാരാളം ഭക്ഷണം നൽകി. അവൻ കഴിച്ച് വിശപ്പ് തീരുവോളം ഭക്ഷണം കഴിച്ചു. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വീണ്ടും ഈ യോഹന്നാൻ 3:16 കടന്നു വരികയാണ്. ഒരു അർത്ഥവും മനസ്സിലാകാതിരുന്നിട്ടും അവൻ വീണ്ടും അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നു, യോഹന്നാൻ 3:16 ഇത്രയും ശക്തിയുള്ള ഒന്നാണോ? വിശന്ന് വലഞ്ഞ ഒരു ബാലന് വിശപ്പകറ്റുവാൻ യോഹന്നാൻ 3:16 കഴിഞ്ഞു. വീണ്ടും ആ സ്ത്രീ അവരെ മുകളിലത്തെ നിലയിലെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവന് അല്പം ചൂടുവെള്ളം കൊടുത്തു, കുളിക്കാൻ പറഞ്ഞു. അങ്ങനെ കുളിച്ചു കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ഈ ചിന്ത വന്നു, യോഹന്നാൻ 3:16 അഴുക്ക് പുരണ്ട ഒരു ബാലനെ വൃത്തിയാക്കാൻ സഹായിച്ചു. അത് കഴിഞ്ഞ് അവർ കൂട്ടിക്കൊണ്ടുപോയി അവനെ ഒരു കട്ടിൽ കിടത്തി നല്ല കമ്പിളി പുതപ്പൊക്കെ പുതപ്പിച്ച് കിടത്തി. പുറത്തേക്ക് നോക്കിയപ്പോൾ അവൻ കാണുന്ന കാഴ്ച നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തണുത്ത രാത്രിയിൽ വളരെ ക്ഷീണിതനായ ബാലന് യോഹന്നാൻ 3:16 വിശ്രമം നൽകാൻ സാധിച്ചു. പിന്നീട് രാവിലെ അവൻ എഴുന്നേറ്റപ്പോൾ ഈ സ്ത്രീ അവനെയും കൂട്ടി വീണ്ടും ഭക്ഷണമേശയുടെ മുന്നിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവൻ ചോദിച്ചു, ഈ യോഹന്നാൻ 3:16 എന്താണ്? അപ്പോൾ അവർ ഒരു ബൈബിൾ തുറന്നു വെച്ച് അവന് യോഹന്നാൻ 3:16 അർത്ഥം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവന് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവന് യോഹന്നാൻ
3:16 കുറിച്ചുള്ള അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ വിത്തിൻ്റെ ഉപമയാണ് കേൾക്കുക. ഈ ഉപമയിൽ നമ്മൾ കാണുന്നത് കർഷകൻ വിത്ത് വിതച്ചിട്ട് പോകുമ്പോൾ അത് വളർന്നു വരുന്നത് എങ്ങനെയെന്ന് ഈ കർഷകൻ തിരിച്ചറിയുന്നില്ല. അവൻ വിത്ത് വിതച്ച് രാത്രിയിൽ ഈ വിത്ത് മുളപൊട്ടി രാവിലെ അവൻ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് മുളപൊട്ടി നിൽക്കുന്ന വിത്താണ്. അപ്പോൾ അതിൻ്റെ വളർച്ച എങ്ങനെയെന്ന് അവന് തിരിച്ചറിയാൻ കഴിയാത്തതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെടുന്ന വചനം. അത് ദൈവത്തിൻ്റെ കരവേലയാണ്. മനുഷ്യൻ വിത്ത് വിതയ്ക്കുന്നു, പക്ഷേ അതിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കരമാണ്. ആ ഒരു തിരിച്ചറിവ് ആ കർഷകന് ലഭിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലും വിതയ്ക്കപ്പെടുന്ന വിത്ത് വളരുന്നത് എങ്ങനെയെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് വളരെ ടഫായിട്ടുള്ളൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അത് ഒരു പ്രോസസ്സ് എങ്ങനെ പൂർത്തീകരിക്കണമെന്നുള്ള വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്ന ബസ്സിന് മുമ്പിൽ ഒരു കാറ് കടന്നു പോകുന്നുണ്ട്. അതിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, ഒരു വചനം എഴുതി വച്ചിരിക്കുന്നു, മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് ദീ. എൻ്റെ സാമീപ്യം നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്നുള്ള ഈ വചനഭാഗം എന്നെ ശക്തിപ്പെടുത്തി. കാരണം ഞാൻ അന്ന് ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ വചനം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതുവരെ കാണാത്ത കാഴ്ചകൾ എനിക്ക് ഈ പ്രോജക്റ്റിൽ കാണാൻ സാധിച്ചു. അതുവരെ ചെയ്യാത്ത രീതികളിലൂടെ ഈ പ്രോജക്റ്റിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. അങ്ങനെ സൊല്യൂഷൻ കിട്ടാതിരുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും വചനം വിതയ്ക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിന് സാഹചര്യങ്ങളാണ് ചിലപ്പോൾ മണ്ണും കാലാവസ്ഥയൊക്കെ. നമ്മുടെ ജീവിതത്തിലെ വിതയ്ക്കപ്പെടുന്ന വചനം അത് ഫലമണിയുന്നത് നമ്മളുടെ പ്രാർത്ഥനാ ജീവിതവും കൗദാശിക ജീവിതവും വഴിയാണ്. കൗദാശിക ജീവിതവും പ്രാർത്ഥനാ ജീവിതവും നമ്മൾ പ്രധാനപ്പെട്ടതായി കാണാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിലും വചനം ഫലം പുറപ്പെടുവിക്കുകയില്ല. പക്ഷേ ഫലം പുറപ്പെടുവിക്കാതെ ദൈവത്തിൻ്റെ വചനം തിരികെ മടങ്ങില്ലെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനം പോലും ഫലമണിയാതെ തിരിച്ചു വരികയില്ലെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചൊരിയുന്ന വചനങ്ങൾ എന്നും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.